വലിയ പെരുന്നാള് വന്നപ്പോഴൊരു വെള്ളി നിലാവുള്ള രാത്രിയിൽ കല്ലുവെട്ടാൻ കുഴിക്കക്കരെ വെച്ചെന്നോടുള്ളു തുറന്നതിൻ ശേഷമേ നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഒരു ഒരു ചായ. രമേശ, ഇന്ന് ഡ്യൂട്ടി ഇല്ലേ? പോക്കരടിച്ചിട്ട് കള്ളനെ കൊണ്ട് കോടതിയിൽ പോകുന്ന വഴിയാ. സ്വാമി, എന്നെ രക്ഷിക്കണം സ്വാമി. സ്വാമി, എന്നെ പറ്റിച്ച ഒരാളുടെ പോക്കറ്റ് അടിച്ചു സ്വാമി. പോലീസ് വിളിച്ചെന്നെ. ഞാൻ പോലീസ് കൊണ്ടുവന്നിരുന്ന് കോടതി കൊണ്ടുവന്ന് ചാടി വന്നേ. എന്നെ ഒന്ന് രക്ഷിക്കണം സ്വാമി. എൻ്റെ ധൈര്യം കൊണ്ട് ചെയ്തേ സ്വാമി. ഞാൻ ഒളിച്ചോട്ടെ സ്വാമി. സ്വാമി ഒരുത്തിനും കൂടെ ഓടിക്കയറിയപ്പോ എന്ത് പറ്റി? സ്വാമി കോടതിയിൽ കൊണ്ടുവന്ന വഴിക്ക് ഒരു പ്രതി ചാടിപ്പോയി. പിടിച്ചു കൊടുത്തില്ല എന്റെ പണി പോകും. കാണിച്ചു കൊടുത്താൽ അയാളെ അറസ്റ്റ് ചെയ്യും. കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ഭഗവാനെ ഇയാളെ പണി പോകും. ധർമ്മസങ്കടത്തിലായല്ലോ ഭഗവാനെ. കാണുന്ന കണ്ണ് അത് പറയില്ല, പറയുന്ന നാക്ക് അത് കാണില്ല. അഹം നഷ്ടപ്പെട്ട ഒരു സ്വാമിയാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലായില്ല. കാണുന്ന കണ്ണ് പറയാൻ പറ്റില്ലല്ലോ, പറയുന്ന നാക്കിന് കാണാനും പറ്റില്ലല്ലോ. ഞാനെന്ന ഭാവം സ്വാമിക്കില്ല, അതുകൊണ്ട് ഞാനും ഇല്ല. കളവ് സ്വഭാവം നല്ലതല്ല. ഇനി ആവർത്തിക്കും. അമ്മേ, ആ മാമൻ പറഞ്ഞില്ലേ കുഞ്ഞൂസിനും കുഞ്ഞാറ്റേക്കും എനിക്ക് ഒരേപോലെ ഇഡലി തരണം. സ്വാമിജി, ആ സുഖമാണോ? സുഖമാണ്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് സ്വാമിജി. എന്ത് പ്രശ്നം? അത് സ്വാമിജി, എനിക്ക് 3 കുട്ടികളാണ്. മൂത്ത ആൾക്ക് ഞാൻ 6 ഇഡലിയാണ് കൊടുക്കാറ്, രണ്ടാമത്തെ ആൾക്ക് 4 ഇഡലി, ഇളയ ആൾക്ക് 2 ഇഡലിയാണ് കൊടുക്കാറ്. പക്ഷെ ഇന്നലെ വന്നിട്ട് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എന്ത് അസമത്വമാണ് ഈ കാണിക്കുന്നത്, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണ്ടേന്ന്. ഞാൻ ആകെ വിഷമത്തിലാണ് സ്വാമിജി. ഞാൻ എന്താ ചെയ്യേണ്ടത്? കുട്ടികളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. ശരി സ്വാമിജി. മക്കളെ, സുഖമാണോ? എന്തു പറ്റി? 4 ഇഡലി കൊണ്ട് എനിക്ക് വിശപ്പ് തീരുന്നില്ല സ്വാമി. എനിക്ക് വയറുവേദനയാണ് സ്വാമി. നിനക്കോ മോളെ? എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല സ്വാമി. ഇപ്പോൾ മനസ്സിലായോ? നിന്റെ ശരീരത്തിന് വേണ്ട ഭക്ഷണം നിനക്കും, നിന്റെ ശരീരത്തിന് വേണ്ട ഭക്ഷണം നിനക്കും, നിന്റെ ശരീരത്തിന് വേണ്ട ഭക്ഷണവും നിനക്കുമാണ് അമ്മ തരുന്നത്. ഇപ്പോൾ മനസ്സിലായ മക്കളെ? ലോകത്തെ എല്ലാവരും ഒരുപോലെ ആയാൽ സമത്വം എന്ന വാക്ക് അസംഭവ്യമാണ് മക്കളെ. എല്ലാം നല്ലതിനായി വരട്ടെ. സമത്വം അത് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഭാഷയിൽ മാത്രമായി മാറട്ടെ.